ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ബാക്ക് ടു സ്കൂൾ സീരീസിലെ 7ാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളൊരു മോർണിംഗ് റുട്ടീനാണ് ഷെയർ ചെയ്യണേ. ഇത് LP UP സ്റ്റുഡൻസിന്, ഹൈസ്കൂൾ സ്റ്റുഡൻസിനൊക്കെ ഒരുപോലെ ഫോളോ ചെയ്യാം. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ടൈമിങ് നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയം, അതായത് ഓരോരുത്തർ സ്കൂളിൽ ചിലവരുടെ വീട് അടുത്തായിരിക്കും, ചിലവർ അകലെയായിരിക്കും, പിന്നെ ട്യൂഷന് പോകുന്നവരൊക്കെ ഉണ്ടാവും. അതനുസരിച്ച് നിങ്ങളുടെ മോർണിംഗ് റുട്ടീൻ നിങ്ങൾ ടൈം അനുസരിച്ച് സെറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു ഓർഡർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യണത്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ റുട്ടീൻ നല്ല കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നേരത്തെ കൂട്ടി ചെയ്ത് വെക്കണമായിരുന്നു. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ പഠിക്കാനിരിക്കുന്ന ഒരു സ്പേസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും റൂമൊന്നും ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ സ്റ്റഡി ടേബിൾ തന്നെ ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ എവിടെ ഇരുന്നാൽ പഠിക്കണേ നിങ്ങളുടെ ബുക്സൊക്കെ വെച്ചേക്കണം, ആ ഒരു സ്പേസ് നല്ല വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് വീട്ടിൽ റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂം നല്ല നീറ്റാക്കി വെക്കുക, അവിടെ ഇരിക്കുന്ന ഐറ്റംസൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുക, സ്റ്റഡി ടേബിൾ വൃത്തിയാക്കി വെക്കുക. ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി നോക്കുക. അതായത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ റൂം ചിലപ്പോൾ അലങ്കോലൊക്കെ ആവും, തിരക്കൊക്കെ വരുമ്പോൾ പഠിക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് എപ്പോഴും ക്ലീൻ ആക്കി വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഒരു 30 മിനിറ്റ് സമയം എടുത്തിട്ട് എടുത്ത ഐറ്റംസൊക്കെ എടുത്തു കൊടുത്ത് എല്ലാം തിരിച്ച് വെച്ച് ബെഡ്ഷീറ്റൊക്കെ മാറ്റി റൂം സെറ്റാക്കി വെക്കാനായിട്ടും കൂടി നോക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ കാലത്തത്തെ നിങ്ങളുടെ റുട്ടീൻ്റെ സമയത്ത് നല്ല എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ടൈം നന്നായിട്ട് മാനേജ് ചെയ്യാനും പറ്റും. രണ്ടാമത്തത്, നമ്മളൊരു റുട്ടീൻ ചാർട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് സ്കൂളുള്ള ദിവസങ്ങളിൽ ഫോളോ ചെയ്യാനും കൂടിയിട്ട് നോക്കുക. അപ്പോൾ ഒരു ടൈമിംഗ് ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കായാലും അത് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവും ഇന്ന ടൈമിൽ ഇന്ന കാര്യം ചെയ്യണം, എത്ര ടൈം കൊണ്ട് ഇന്ന കാര്യം ചെയ്യണം എന്നുള്ളത്. അപ്പം നമുക്ക് വല്ലാണ്ട് തിരക്കോ ബഹളം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു 8:30 ക്ലാസ്സിലേക്ക് പോകേണ്ട ഒരു കുട്ടിക്ക് വേണ്ട ഒരു മോർണിംഗ് റുട്ടീനാണ് ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ ആഫ്റ്റർനൂൺ ആൻഡ് ഈവനിങ് റുട്ടീൻ എഴുതിയിട്ടുണ്ട്, നൈറ്റ് റുട്ടീൻ. അപ്പം ഞങ്ങളുടെ റുട്ടീൻ ഏകദേശം ഇതുപോലെയാണ്. ഞാൻ എക്സാക്റ്റ് ഇവരുടെ റുട്ടീൻ ടൈമിങ് പറയാറില്ല, കാരണം ഒരു ഏകദേശമായിട്ടാണ് പറയുന്നത്. കാരണം ഇതിലിപ്പോൾ നിങ്ങളോട് ഇവരുടെ കൃത്യമായ ടൈം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഓരോരുത്തർക്കും ഓരോ ടൈമിംഗ് ആയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങളുടേതായ രീതിയിൽ എഴുതിയിട്ട് ഇതുപോലെ നിങ്ങൾ പഠിക്കുന്ന സ്പേസിൽ അത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ട കാര്യം. അങ്ങനെ റോസു ഇന്ന് എഴുന്നേറ്റുണ്ടായിരുന്നത് രാവിലെ 6 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെക്കേഷന് ഫുള്ളായിട്ടും റോസു 6 മണിക്ക് തന്നെയാണ് എഴുന്നേറ്റത്. കാരണം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു, 2 മാസവും പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പോൾ ആ ടൈമിങ്ങിൽ എഴുന്നേക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടില്ല, ആ ടൈം ആകുമ്പോഴേക്കും തനിയെ എണീക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ പോയ ദിവസവും പള്ളിയിൽ പോയിരുന്നു, ഇന്ന് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 6 മണിക്ക് എഴുന്നേറ്റ് ആദ്യം തന്നെ പോയി ബ്രഷൊക്കെ ചെയ്ത് വന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നമ്മുടെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ മടക്കി വയ്ക്കുക, ബെഡൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെറുപ്പം മുതലേ ഇവരോട് പറയുന്ന ഒരു കാര്യം കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ടും ഇവർ ചില ദിവസം മാത്രമാണ് ഓർത്തിട്ട് ചെയ്യുള്ളൂ, ബാക്കി എല്ലാ ദിവസവും ആ പുതപ്പാടൊക്കെ എടുക്കുന്നുണ്ടാവും കേട്ടോ. അതിൻ്റെ ഒരു റീസൺ വെച്ചാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മുടെ വീട്ടിലായതുകൊണ്ടാണ്, നമ്മുടെ വീടാണ് നമ്മുടെ കംഫർട്ട് സോൺ. അവിടെ നമുക്ക് മടി പിടിച്ച് ചെയ്യാണ്ടിരുന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരതിങ്ങനെ ചെയ്യില്ല കേട്ടോ പല ദിവസവും. എന്നാലിപ്പോൾ ഞാനില്ലാതെ ഇവർ വേറെ എവിടേക്കെങ്കിലും നിൽക്കാൻ പോവുകയെ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ കാര്യങ്ങൾക്ക് ഇവർ കറക്റ്റായിട്ട് ചെയ്യും കേട്ടോ. കാരണം പഠിച്ചു വെച്ച കാര്യങ്ങളാണത്, അത് മറക്കൊന്നുമില്ല. പക്ഷേ വീട്ടിലാവുമ്പോൾ അമ്മയുടെ അടുത്തല്ലേ നമ്മൾ മടി പിടിക്കാൻ പറ്റുള്ളൂ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ചെയ്യാത്തത്. അവിടെ ചെല്ലുമ്പോൾ നല്ല കുട്ടികളായിട്ടെല്ലാം തനിയാവുമ്പോൾ എല്ലാം തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ മുടിയൊക്കെ കെട്ടി സെറ്റായിട്ട് റോസുവിന് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ എക്സസൈസ്, ഇങ്ങനത്തെ എന്തെങ്കിലും ഡാൻസ് കളിക്കുക, ചാടി കളിക്കുക, അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇസയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കാലത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അവളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇമേഴ്സീവ് ഇൻട്രാക്റ്റീവ് എന്തോ എക്സസൈസോ അങ്ങനെ എന്തോ അതിൻ്റെ പേര്. ഇതിലിങ്ങനെ ഗെയിമൊക്കെ കളിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ വരും ഇതിൽ ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ. അപ്പോൾ അത് നോക്കി അതനുസരിച്ച് ചാടുക, ഓടുക, അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുക. അപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ഇന്ന് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് ആയിരിക്കും ചെയ്യുക, ചില ദിവസം അവൾ എക്സസൈസിൻ്റെ വീഡിയോസൊക്കെ കുട്ടികൾക്കുള്ളത് വെച്ചിട്ട് അങ്ങനത്തെയൊക്കെ ചാടി കളിക്കും. അപ്പോൾ എനിക്കും അത് നന്നായിട്ട് തോന്നി, കാരണം എഴുന്നേറ്റ് നല്ല ഉഷാറാവാൻ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഒരു 10 മിനിറ്റ് മാത്രമാണ് TV വെക്കണത് കേട്ടോ. കാരണം രാവിലെ TVയും ഫോണും എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിങ്ങനെ കണ്ടിരുന്ന് നേരം പോണത് അറിയില്ല. അതുകൊണ്ട് പരമാവധി അത് വെക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടതുകൊണ്ട് മാത്രമാണ് TV വെച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നാൽ അവൾ ചായ കുടിക്കും. ചായ ആകെ ഒരു 1/2 ഗ്ലാസ് ചായയാണ്, അവർക്ക് ചായ അത്ര ഇഷ്ടമല്ല, വെറുതെ ജസ്റ്റ് ഒരു രാവിലെ ഉഷാർ കിട്ടാൻ കുറച്ച് കുടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് ചായ കുടിക്കും. അതിൻ്റെ കൂടെ ഈ ഒരു ബുക്ക് ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ക്ലാസ്സിലൊന്നും പഠിപ്പിച്ചൊന്നും തുടങ്ങിയിട്ടില്ല, ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ലേബർ ഇന്ത്യ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേബർ ഇന്ത്യയിൽ ജസ്റ്റ് പേജസൊക്കെ ഒന്ന് തിരിച്ച് നോക്കുകയാണ്. അപ്പോൾ എന്താണ് ലേബർ ഇന്ത്യ എന്ന് ചിലർ ചോദിക്കാറുണ്ട്, അത് ചിലപ്പോൾ അറിയാത്തവരായിരിക്കും കേട്ടോ. നിങ്ങളുടെ അവിടെ ഉണ്ടാവും ഈ ഒരു ബുക്ക്. അതായത് ഇത് നമ്മൾ ഗൈഡ് പോലെയാണ്, കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ഗൈഡാണ്. കൊല്ലത്തിൽ 8 ബുക്കാണിത് വരിക. അപ്പോൾ ഇതെല്ലാ ചാപ്റ്റേഴ്സിനനുസരിച്ചുള്ള അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും മോർ ക്വസ്റ്റ്യൻസും അതൊക്കെ വരും. നമുക്ക് അധികം വിലയും വരണില്ല കേട്ടോ. ഒരു കൊല്ലത്തേക്ക് എടുക്കുകയാണെങ്കിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു ബുക്ക് കിട്ടുന്നുണ്ട്. CBSE സിലബസുകാർക്ക് ഉണ്ടെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്.
അപ്പോൾ നമുക്കിത് ഗൂഗിൾ പേ വഴി പേ ചെയ്തിട്ട് പോസ്റ്റിലായിട്ടും ഇത് കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ഏജൻറ്റിനോട് പറഞ്ഞാൽ അവരും ഇത് കൊണ്ടുതരും. ബുക്ക് സ്റ്റോൾസിലൊക്കെ കിട്ടുന്നുണ്ട് ലേബർ ഇന്ത്യ. അപ്പോൾ ഇതിൽ അധികം കണ്ടിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് മേടിക്കട്ടെ. നല്ല യൂസ്ഫുള്ളാണ്. ക്വസ്റ്റ്യൻസും പഴയ ക്വസ്റ്റ്യൻസൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അവളത് ജസ്റ്റ് ഇരുന്ന് നോക്കുകയാണ്, പഠിക്കുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് അവൾ കുറച്ച് നേരം അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടെ അങ്ങനെ ഇരിക്കും. ഞാനാണെങ്കിൽ രാവിലെ 5:30 എഴുന്നേറ്റ് കിച്ചണിൽ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ കിച്ചണിൽ തന്നെ ആയിരിക്കും കൂടുതൽ സമയം. കാരണം ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അവരുടെ കൂടെ കുറേ നേരമൊക്കെ നിൽക്കണം. ഇപ്പോൾ പിന്നെ അവർ കുറേ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്, നമുക്കൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ വേഗം തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ സ്കൂളിൽ നമുക്ക് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ഉച്ചഭക്ഷണം അവിടെ നിന്ന് കഴിക്കേണ്ടവർക്ക് അവിടെ നിന്ന് കഴിക്കാം. അപ്പോൾ റോസു സ്കൂളിൽ നിന്നാണ് ഫുഡ് കഴിക്കാറ് ഉച്ചയ്ക്കത്തെ. ഇസ ഇപ്പോൾ 8ാം ക്ലാസ് വരെയാണല്ലോ അങ്ങനെ ഫുഡുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ ഇസയ്ക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോകണം. പിന്നെ ഞാൻ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഐറ്റംസ് ആണെങ്കിൽ അത് തന്നെയാണ് അവൾ ഉച്ചയ്ക്കും കൊണ്ടുപോവുക. അപ്പോൾ ഇന്ന് നമ്മൾ അപ്പവും അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പോൾ ആ കറിയും അത് അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് അത് തന്നെയാണ് ലഞ്ചിന് കൊണ്ടുപോകണേ. അല്ലെങ്കിൽ ചോറും കറികളും കൊണ്ടുപോകും. റോസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ബാഗ് ഒതുക്കി വെക്കൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തലേദിവസമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നും കൂടിയൊക്കെ വെറുതെ ഒന്ന് സെറ്റൊക്കെ ചെയ്യുകയാണ്. കാരണം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയതുകൊണ്ട് നമ്മൾ തലേദിവസം തന്നെ എല്ലാം ചെയ്തൊക്കെ നല്ല കുട്ടികളായിട്ട് ചെയ്യും കേട്ടോ. ഓരോ ദിവസം കഴിയും തോറുമാണ് പിന്നെ മടി പിടിച്ച് ഇതൊന്നും ചെയ്യാണ്ടാവാട്ടോ. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ഉഷാറായതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനില്ലാത്ത കാരണം അവൾ വേഗം ബാഗൊക്കെ ഒതുക്കൽ കാര്യങ്ങൾ, വെള്ളം കുപ്പി ഫില്ല് ചെയ്ത് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് സ്കൂളിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പാത്രം കൊണ്ടുപോയാൽ മാത്രം മതി. ഇന്ന് അവൾ ടിഫിൻ ബോക്സും കൊണ്ടാണ് പോകണേ. കാരണം എന്താ വെച്ചാൽ പുതിയ ടിഫിൻ ബോക്സ് അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾ പറഞ്ഞു അത് കൊണ്ടുപോകണം. അല്ലെങ്കിൽ സാധാരണ പാത്രമാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ അങ്ങനെ ബാഗൊക്കെ ഒതുക്കി സെറ്റായിട്ടുണ്ട്. ബാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യൂണിഫോമും അതിന് വേണ്ടിയുള്ള എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുളിച്ച് ഫ്രഷ് ആവാനായിട്ട് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് പോകാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ യൂണിഫോമിൻ്റെ ഷർട്ട്, സ്കേർട്ട്, കോട്ട്, ബെൽറ്റ്, ഇനി സോക്സും ഷൂ ഒക്കെ ഇടുന്നെങ്കിൽ അതൊക്കെ സെറ്റാക്കി വെക്കുക, ടൈം വേസ്റ്റ് ചെയ്യാണ്ട്. നിങ്ങളുടെ യൂണിഫോമിൻ്റെ കളർ ഏതാണ്? അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ യൂണിഫോം? അപ്പോൾ ഇവരുടെ യൂണിഫോം മാറിയത് കൊണ്ട് ഇവർക്കിപ്പോൾ ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്രസ്സിങ് ഏരിയ നമ്മളിതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപയോഗിക്കേണ്ട എല്ലാ ഐറ്റംസും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ തലമുടി കെട്ടേണ്ടത്, കമ്മലുകൾ, അങ്ങനത്തെ എല്ലാം ഉപയോഗിക്കേണ്ട ഐറ്റംസും. ഇപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം നമ്മളിത് കുറച്ച് ദിവസം ഒതുക്കിയിട്ടുള്ളൂ. പക്ഷേ ഇനി ദിവസങ്ങൾ കഴിയും തോറും തിരക്ക് കൂടുമ്പോൾ ഇത് എത്രത്തോളം അലങ്കോലമാവുമെന്ന് കണ്ടറിയാം. ഞങ്ങളിത് ഷെൽഫിൻ്റെ ഉള്ളിലേക്ക് വെച്ചു എല്ലാം. കാരണം എന്ന് വെച്ചാൽ അലങ്കോലമായാലും പുറത്ത് കാണുമ്പോൾ കുഴപ്പമില്ലല്ലോ. നമ്മൾ ക്ലാസ്സിലേക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ട് പോകുമ്പോഴാണ് ആ ഒരു ഉഷാറായിട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുക. അപ്പോൾ തലമുടിയൊക്കെ നന്നായി ഉണക്കിയിട്ട് മുടി കെട്ടാട്ടോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്മെല്ല് വരും ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേബി ക്രീം ഉണ്ടല്ലോ, അതാണ് റോസ് യൂസ് ചെയ്യണത്. അപ്പോൾ അത് മുഖത്തും അതുപോലെ കൈയിൻ്റെ മുട്ടിൽ, കാലിൻ്റെ മുട്ടിലൊക്കെ ഒന്ന് കുറച്ച് അപ്ലൈ ചെയ്താൽ ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും. പിന്നെ കണ്ണെഴുതും, അത് കഴിഞ്ഞ് ഐലൈനർ വരയ്ക്കും. അതെപ്പോഴും ചെയ്യണ കാര്യമാണ്. ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എന്താ ചെയ്തതെന്ന് പറയാട്ടോ. അപ്പോൾ ചിലപ്പോൾ ആദ്യം ഫുഡ് കഴിച്ചിട്ടായിരിക്കും പോയിട്ട് ഫ്രഷായിട്ട് റെഡിയൊക്കെ ആവാട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇവർക്ക് അത്രയും നേരത്തെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ഫുഡ് കഴിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള അപ്പോൾ ഒരു 5ാം ക്ലാസ്സൊക്കെ ആയി കഴിയുമ്പോഴേക്കും, 4ാം ക്ലാസ് 5ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും വാച്ച് കെട്ടി നമ്മൾ പ്രാക്ടീസ് ആവണം. വാച്ചിൽ സമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വാച്ചൊക്കെ കെട്ടി കൈമ ചെറിയൊരു ബ്രേസ്ലെറ്റൊക്കെ ഇട്ട് കൊടുത്തു. ഇപ്പോൾ ചില സ്കൂളിൽ ഓർണമെൻറ്റ്സ് ഒന്നും അങ്ങനത്തെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പാടില്ല. സ്കൂളിൽ റൂൾ ഉണ്ടെങ്കിൽ അത് ചെയ്യരുത്. അപ്പോൾ റോസുവിനാണെങ്കിൽ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒന്നും ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അവൾ അങ്ങനത്തെ ഒന്നും വെക്കാറില്ല. റോസ് ആണെങ്കിൽ ആദ്യം മുടി കെട്ടിയിട്ട് അവൾ തന്നെ മുടി കെട്ടാറിട്ട. പക്ഷെ ഇന്ന് എന്തോ കെട്ടിയിട്ടും ഒന്നും ശരിയാവണില്ല. അവസാനം അവൾ എന്നെ വിളിച്ച് അമ്മ ഒന്ന് മുടി കെട്ടിത്തരും, എന്തോ ശരിയാവണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വന്ന് പിന്നെ മുടിയൊക്കെ കെട്ടി കൊടുത്ത് റിബണൊക്കെ കെട്ടി. അല്ലെങ്കിൽ അവൾ തന്നെയാണ് ചെയ്യാറ്. ഫുഡ് കഴിക്കുന്ന നേരം ആകുമ്പോഴേക്കാണ് ഇസ വീട്ടിലെത്താറ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇവർ രണ്ടുപേരും റെഡി ആയിട്ടാണ് പോവാറുള്ളത്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഒരു ലിപ് ബാം, വാസലിൻ്റെ ഈ ഒരു ലിപ് തെറാപ്പി എന്ന് പറഞ്ഞ ലിപ് ബാമാണ് ഇട്ട് കൊടുക്കണേ. ഇത് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. അപ്പോൾ റോസുവിനാണെങ്കിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് യൂസ് ചെയ്യണത്. അങ്ങനെ രണ്ടുപേരും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ക്ലാസ്സിലോട്ട് പോവാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ രാവിലത്തെ റുട്ടീൻ. ഇത് തന്നെയാണ് കുറേ നാളായിട്ടുള്ള റുട്ടീൻ എന്ന് പറയുന്നത്. എന്നാലും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കുറച്ചും കൂടി കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഇവർക്കും ഇവരുടെ തന്നെ സ്വന്തം വീഡിയോ കാണുമ്പോൾ മോട്ടിവേഷനാണ്. ഞങ്ങളുടെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കാണാറുണ്ട് മോട്ടിവേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ റുട്ടീൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻസിൽ പറയണം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.